കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. പലിശ നിരക്കിന് തുല്യമായ കാലാവധിയുള്ളൊരു ബാങ്കിൽ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 6250 വളർന്നെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പോൾ ആ ബാങ്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് പലിശ നിരക്കിന് തുല്യമായ കാലാവധി എന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷത്തേക്കാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെനിക്ക് 5% പലിശ തരും. 12 വർഷത്തേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ 12% പലിശ തരും. 20 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 20% അവിടുത്തെ പലിശ. അപ്പം പലിശ നിരക്കിന് തുല്യമായ കാലാവധി എന്ന് പറഞ്ഞാൽ പലിശ നിരക്കും ടൈം പീരീഡും സെയിം ആണ്. ഇതാണ് ആ ബാങ്കിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ ആണോ? ശരി, ചോദ്യത്തിലോട്ട് എൻ്റർ ചെയ്യാം. എന്താ പറയുന്നേ? 5000 ഡെപ്പോസിറ്റ് ചെയ്തു. ഈ സ്പെഷ്യാലിറ്റി ഉള്ള ബാങ്കിൽ 5000 ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അത് എത്രയായി മാറിയെന്നാണ് പറയുന്നേ? 6250 മാറി. എത്ര കൂടി എൻ്റെ കുട്ടികളെ? 1250 രൂപയാണ് എക്സ്ട്രാ വന്നത്. എക്സ്ട്രാ വന്നു എന്നല്ല പറയേണ്ടത്, പലിശ വന്നത്. ഓക്കെ ആണോ? നമുക്ക് കാണേണ്ടത് പലിശ നിരക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇക്വേഷൻ പറ. I = PNR/100 ആണ് എൻ്റെ കുട്ടികൾക്ക് അറിയാം. പലിശ എത്ര എന്ന് കിട്ടി? 1250. എത്ര രൂപയാണ് നിക്ഷേപിച്ചേ? 5000 നിക്ഷേപിച്ചേ. N × R അതിന് എഴുതണ്ടേ. N ആർക്ക് തുല്യമാ? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് N-ഉം R-ഉം ഈക്വലാ. അപ്പോൾ N-ൻ്റെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ 6 × ഇനി ഒറിജിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് 100. ഓക്കെ ആണോ? 2 zeros ഇവിടെ ക്യാൻസലായി പോകത്തില്ലേ? ഈ 100ൻ്റെ 2 0, 5000ൻ്റെ 2 0 കട്ടായി പോകും. ബാക്കിയുള്ളവരെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പറഞ്ഞേ. ലെഫ്റ്റ് സൈഡിൽ ഒരു 1250, റൈറ്റ് സൈഡിൽ 50 × R². R × R² അല്ലേ? ഓരോ പൂജ്യങ്ങൾ ഇപ്പോഴും അപ്പുറം ഇപ്പുറം വെട്ടിക്കളയാം നമുക്ക്. ബാക്കി അപ്പോൾ R² വില എത്രയാണെന്ന് ചോദിച്ചാൽ 125/5 എത്രയാത്? 25. ഇത് ആരുടെ വിലയാ? R² വിലയാ. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാ കണ്ടുപിടിക്കേണ്ടത്. R² 25 ആണെങ്കിൽ R-ൻ്റെ വില എത്ര എൻ്റെ കുട്ടികളെ? 5% ഈ ചോദ്യത്തിൽ പറയുന്ന പലിശ നിരക്ക്. ക്ലിയർ ആയോ? ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. എത്ര വർഷത്തേക്കായിരിക്കും, ഇല്ലെങ്കിൽ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ 5 വർഷം. 5 വർഷം ആയതുകൊണ്ടല്ലേ 5% പലിശ കിട്ടിയത്. ഓക്കെ അല്ലേ? താങ്ക് യു.